നോവൽ അയക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ചുരുക്കം ചില നോവലുകൾ വായിച്ചു കഴിഞ്ഞാലും അത് നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതിലെ കഥാപാത്രങ്ങൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടാകും. എല്ലാ കഥകളും അവസാനിക്കുന്നത് ഒരേ രീതിയിലല്ല. ചില കഥകൾ ദുഃഖത്തിലും ചില കഥകൾ സന്തോഷത്തിലും അവസാനിക്കും. എന്നാൽ ദുഃഖത്തിൽ അവസാനിക്കുന്ന കഥകൾ പലതും നോവായി നമ്മുടെ മനസ്സിലുണ്ടാകും. അത്തരത്തിലൊരു കഥയാണ് എം. മുകുന്ദൻ്റെ രചനാ വൈഭവത്തിൽ ജന്മമെടുത്ത മികച്ച നോവലായ ദൈവത്തിൻ്റെ വികൃതികൾ. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വികൃതി തന്നെയായിരുന്നു ഈ കൃതി. ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയാതെ പോയ മയയുടെ മാതൃകയായ അൽഫോൺസ് അച്ഛൻ്റെയും ഭാര്യയുടെ മരണത്താൽ ഒറ്റപ്പെട്ട് തൻ്റെ ഇരട്ടക്കുട്ടികളെയും അമ്മയെയും നോക്കാൻ കഷ്ടപ്പെടുന്ന കുമാരൻ വൈദ്യരുടെയും അൽഫോൺസ് അച്ഛൻ്റെയും കുമാരൻ വൈദ്യരുടെയും മക്കളുടെയും മയയുടെയും ദുഃഖത്തിൽ അവസാനിക്കുന്ന കഥയാണിത്. മയയിൽ നിന്ന് പോയവരൊക്കെയും നല്ല രീതിയിലാണ് തിരിച്ചു വന്നത്. പക്ഷേ മയയിൽ നിന്നവരൊക്കെയും ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അൽഫോൺസ് അച്ഛനും കുമാരൻ വൈദ്യരും അവരുടെ മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെ തല്ലിക്കെടുത്തിക്കൊണ്ടായിരുന്നു വിധി അവരുടെ ജീവിതത്തിൽ വിളയാടിയത്. കഥാന്ത്യത്തിൽ അൽഫോൺസ് അച്ഛൻ്റെ മകൾ എൽസി മയയിലെ വേശ്യയായി മാറുകയും കുമാരൻ വൈദ്യരുടെ മൂത്ത മകനായ ശിവനും കുമാരൻ വൈദ്യരും മരണപ്പെടുകയും കുമാരൻ വൈദ്യരുടെ ഇളയ മകനായ ശശി അൽഫോൺസ് അച്ഛനെ പോലെ മയയുടെ പുതിയ മാന്ത്രികനായി മാറപ്പെടുകയും ചെയ്യുന്നു. അൽഫോൺസ് അച്ഛനാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മയയുടെ മുന്നിൽ നിശബ്ദനായി നിൽക്കുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു നോവലാണിത്. ആരെയും എളുപ്പത്തിൽ ദുഃഖിപ്പിക്കുന്ന, എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന ഒരു നോവൽ തന്നെയാണിത്.